നമസ്കാരം. AKG സെൻറ്ററിൽ നിന്നും ക്യാപ്സ്യൂളുകൾ കൂടെ ഇറക്കി അതൊക്കെ പാർട്ടി അംഗങ്ങൾക്ക് മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്ത് സർക്കാരിന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ആ ക്യാപ്സ്യൂളുകളെല്ലാം ചീറ്റിപ്പോകുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവരുടെ ഏറ്റവും ഒടുവിലത്തെ ക്യാപ്സ്യൂൾ ചീറ്റിപ്പോയതും CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അയ്യപ്പനെ കട്ടതിൻ്റെ ഏക പ്രതിയായി മാറുന്നതുമായ കാഴ്ചയെക്കുറിച്ച് നമുക്കിന്ന് ആദ്യം സംസാരിക്കാം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തിരിച്ചടിയുടെ മുഖ്യ കാരണം ശബരിമലയിലെ അയ്യപ്പ മോഷണമാണെന്ന് CPM തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്നും അകന്നുപോയ പാർട്ടിയെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി പാർട്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി മുതൽ താഴത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ നാട്ടുംപുറത്തെ വീടുകളിൽ കയറി നാട്ടുകാരുടെ തെറി ശാന്തതയോടെ സമാധാനത്തോടെ കേൾക്കാൻ ഉത്തരവിട്ടത്. ജനങ്ങൾക്ക് പറയാനുള്ള തെറിയെല്ലാം അവർ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സ് ഫ്രീ ആകുമെന്നും അവരുടെ വിദ്വേഷം മാറുമെന്നും CPM മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ആ വിദ്വേഷമെല്ലാം അവർ ബാലറ്റ് പേപ്പറിൽ തീർക്കും എന്ന മനഃശാസ്ത്ര ചികിത്സയാണ് CPM നടത്തിയത്. മാത്രമല്ല, തർക്കിച്ചു നിൽക്കാതെ കുറച്ചൊക്കെ അംഗീകരിച്ചുകൊണ്ട് തെറി കേട്ടുകൊണ്ട് കുറ്റം സമ്മതിച്ചുകൊണ്ട് വളരെ സോഫ്റ്റായി ചില വിശദീകരണങ്ങൾ അങ്ങോട്ട് കൊടുത്ത് പിടിച്ചു നിൽക്കാൻ ചില ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ CPIM മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ് ശബരിമലയിലെ കൊള്ള തുടങ്ങി വെച്ചത് CPM അല്ല, കോൺഗ്രസ് ആണ് എന്നത്. ആ കൊള്ള ശബരിമലയിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഏറ്റെടുത്തു. അതൊന്നും അറിയാതെ നിഷ്കളങ്കരായ പാർട്ടി നേതാക്കൾ പെട്ടുപോയി. ജയിലിൽ കിടക്കേണ്ടവർ പോലുമല്ല അവർ. പക്ഷെ എന്ത് ചെയ്യാം, കോൺഗ്രസ്സുകാർ തുടങ്ങി വെച്ച കൊള്ള തിരിച്ചറിയാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മുടെ സഖാക്കൾ ജയിലിൽ കിടക്കുന്നു. ആ ക്യാപ്സ്യൂളിനെ പിന്തുണയ്ക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി ദേശാഭിമാനി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ കണ്ടു എന്നതല്ല, നേരെ മറിച്ച് കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2017 ഫെബ്രുവരി മാസത്തിൽ ശബരിമലയിലെ കൊടിമരം അനാവശ്യമായി പൊളിച്ചു പണിതെന്നും ആ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന 11 കിലോഗ്രാം വരുന്ന പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വാജി വാഹനം അനധികൃതമായി തന്ത്രിക്ക് കൊടുത്തു എന്നുമുള്ളതാണ് ആ ക്യാപ്സ്യൂൾ. എന്ന് വെച്ചാൽ തന്ത്രിയായിരുന്നു ഈ മോഷണത്തിൻ്റെയൊക്കെ തലവൻ. ആ തലവനായ തന്ത്രിക്ക് മോഷണത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ക്യാപ്സ്യൂൾ ഇറക്കി. വലിയ തോതിലാണ് CPIM അതിന് പ്രചരണം കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലെ ആവേശം അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, തന്ത്രിയുടെ കാര്യത്തിലും കോൺഗ്രസിൻ്റെ കാര്യത്തിലും ആ താല്പര്യം ഇരട്ടിക്കണമെന്ന് അവർക്ക് വാശിയായിരുന്നു. ഞാൻ 2 ദിവസത്തെ ദേശാഭിമാനി ദിനപത്രം എടുത്ത് കാണിക്കാം. ഇന്നത്തെയാണ് ഒന്നാമത്തെ വാർത്ത. അജയ് തറയിലിനെ ചോദ്യം ചെയ്യും, ശബരിമലയിൽ കോൺഗ്രസ് സ്പോൺസേഡ് തട്ടിപ്പ്. ഒരു ക്യാപ്സ്യൂൾ അടിച്ചു പരത്തിയിട്ട് അതങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയുടെ കാലത്ത് ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിലും വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിലും പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേകം കേസെടുക്കും. അന്നത്തെ ബോർഡ് നടപടിയിൽ ദുരൂഹത കണ്ടെത്തിയതോടെയാണ് പ്രത്യേകം അന്വേഷിക്കാൻ തീരുമാനിച്ചത്. കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ ബോർഡംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിലിനെയും തന്ത്രി കണ്ഠരര് രാജീവരെയും SIT ചോദ്യം ചെയ്യും. ഗൂഢാലോചന വ്യക്തമായാൽ ഇരുവരും പ്രതി ചേർക്കപ്പെടും. സ്വർണ്ണക്കൊടിമരം നിർമ്മിക്കാനെന്ന പേരിൽ പലരിൽ നിന്നായി വൻതുകയും സ്വർണവും പിരിച്ചതായി SIT കണ്ടെത്തിയിരുന്നു. കൊടിമരം നിർമ്മിക്കാനുള്ള മുഴുവൻ തുകയും നൽകിയത് ഹൈദരാബാദ് ആസ്ഥാനമായി ഫീനിക്സ് ഗ്രൂപ്പാണ്. എന്നാൽ സിനിമാ താരങ്ങൾ നടക്കം 2.5 കോടിയോളം രൂപ പിരിച്ചെന്നാണ് വിവരം. പണം ബാങ്ക് രേഖകളിലില്ല. ഇതോടെ ശബരിമലയിൽ നടന്നത് കോൺഗ്രസ് സ്പോൺസേഡ് തട്ടിപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണ്, മൊത്തം വായിക്കുന്നില്ല. ഇത് തന്നെയായിരുന്നു ഇന്നലത്തേതും. വാജിവാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ച് തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, പൊളിഞ്ഞത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ വാദം. സ്വർണ്ണമോഷണ കേസുണ്ടായപ്പോൾ വാജിവാഹനം ബോർഡിന് നൽകാൻ തന്ത്രിയുടെ ശ്രമം. ഇത്തരത്തിൽ ദേശാഭിമാനിയും അടിച്ചു മിന്നിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് ബോധമുള്ള CPMകാർ വിശ്വസിക്കുമോ എന്ന് കണ്ടറിയണം. CPMകാരുടെ ക്യാപ്സ്യൂളും അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു. പരമ്പരാഗതമായി കൊടിമരം മാറ്റുകയാണെങ്കിൽ ആ കൊടിമരത്തിലെ വാജിവാഹനം, അതായത് അവിടുത്തെ ദൈവരൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ടവയൊക്കെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു കീഴ്വഴക്കമുണ്ട്.
അത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ 2012 ഒരു പ്രത്യേക ഉത്തരവിലൂടെ ദേവസ്വം ബോർഡ് അത്തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും ദേവസ്വത്തിൻ്റെ സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ അത്തരമൊരു നിയമവിരുദ്ധ പ്രവൃത്തി സംഭവിക്കുമ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോഴത്തെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ്. ഭരണസമിതിക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല എന്ന് കരുതുക. ദേവസ്വം ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മാത്രമല്ല, അന്നുമുണ്ടായിരുന്നു ഹൈക്കോടതി നിയോഗിച്ചിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ എന്ന ജില്ലാ ജഡ്ജി. അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയില്ല. CPM-ന് പണിയായത് അവിടെയൊന്നുമല്ല. അന്ന് ദേവസ്വം ബോർഡിലെ ഒരംഗം കെ രാഘവൻ എന്ന CPM നേതാവായിരുന്നു. ഈ കെ രാഘവൻ ഇപ്പോൾ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ കെ രാഘവൻ എന്ന അംഗം പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഒക്കെ ഉൾപ്പെട്ട ദേവസ്വം ബോർഡിലെ അംഗമായിരുന്നു. ഇവരെല്ലാം കൂടി ഒരുമിച്ചാണ് ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയത്. അതായത് ഇതിന് കെ രാഘവനും സാക്ഷിയായിരുന്നു. രാഘവൻ താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. എന്ന് വെച്ചാൽ ഇതൊരു വീഴ്ചയായിരുന്നു. ആ വീഴ്ച മോഷണമായിരുന്നില്ല. തന്ത്രി ഇത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയതല്ല. കോൺഗ്രസ് നേതാക്കളോ അന്നത്തെ ദേവസ്വം ബോർഡോ ആരും അറിയാതെ രഹസ്യമായി കൈമാറിയതല്ല. അത് പണ്ട് മുതലേ നടന്നു വന്നിരുന്ന രീതി ആവർത്തിച്ചു. 2012 ഇങ്ങനെ ഒരു വിലക്കുണ്ട് എന്നത് അവരാരും ശ്രദ്ധിച്ചില്ല. CPM-ന് കൈയൊഴിയാൻ കഴിയില്ല. CPM-ന്റെ മെമ്പർ ഉൾപ്പെടെയുള്ളവരാണ് കൈമാറിയത്. മാത്രമല്ല, ഈ വാജിവാഹനം പൊളിച്ചടുക്കി ഉരുക്കി തന്ത്രി പുട്ടടിച്ചില്ല. അത് അതേപടി തന്ത്രി തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് അത്തരമൊരു ചർച്ചയുണ്ടായപ്പോൾ വാജിവാഹനം തന്ത്രിക്ക് അർഹതപ്പെട്ടതല്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തിരിച്ചു തരാം, എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് തന്ത്രി ദേവസ്വം ബോർഡിനോട് അപേക്ഷിച്ചതാണ്. പക്ഷേ ബോധപൂർവം ദേവസ്വം ബോർഡ് എടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു. കാരണം ഈ വിവാദം ഉണ്ടാകുമ്പോൾ ഒരു ക്യാപ്സ്യൂളായി ഉപയോഗിക്കാമെന്ന് കരുതി. മാത്രമല്ല, ഈ കൊടിമരം പൊളിച്ചതും അതിലെ വസ്തുക്കൾ കൈമാറിയതും ഒക്കെ കൃത്യമായി 2017 അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൈക്കോടതിക്ക്. ആ ഹൈക്കോടതി ആ റിപ്പോർട്ട് അംഗീകരിച്ചതാണ്. ഈ കൊടിമരം പൊളിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്ന് വെച്ചാൽ 2012 ഉത്തരവിൻ്റെ ലംഘനമാണെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും കോടതി അടക്കമുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹത സംശയിക്കേണ്ടതില്ല. ഒരു ചട്ടലംഘനം മാത്രമാണ്. ദേവസ്വം ബോർഡിന് മുതൽ നഷ്ടപ്പെട്ടിട്ടുമില്ല. CPIM ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും അതിലേക്ക് കൊണ്ടുപോയി എങ്ങനെയെങ്കിലുമൊക്കെ ഈ കേസ് കോൺഗ്രസിന് തലയിൽ വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ പൊളിഞ്ഞ് അടുങ്ങിപ്പോയത്. ഇതിനിടയിൽ സുപ്രധാനമായ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വന്നു. അയ്യപ്പ മോഷണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ശബരിമലയിൽ വലിയ തോതിൽ മോഷണം നടന്നു. ആ മോഷണത്തിൻ്റെ വ്യാപ്തി ആർക്കും നിശ്ചയമില്ല. 31 കിലോഗ്രാം സ്വർണം അവിടെ വിജയ് മല്യ കൊടുത്തതിൽ എത്ര ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഭക്തർ ഭഗവാന് കൊടുക്കുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങൾ അടങ്ങിയവയുമൊക്കെ ഒരുപക്ഷെ നിലവിലുള്ള സംവിധാനത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ടാവാം, മോഷ്ടിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അതിന് വ്യാപ്തി വ്യക്തമല്ല. എങ്കിൽ പോലും കട്ടളപ്പടി മോഷണ കേസും ദ്വാരപാലക ശില്പ മോഷണ കേസും നിലനിൽക്കണമെങ്കിൽ ശാസ്ത്രീയ റിപ്പോർട്ട് വേണം. മോഷണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വേണം. അതിനുവേണ്ടി അതിന് 15ഓളം സാമ്പിളുകൾ അവിടെ നിന്ന് ശേഖരിച്ച് VSSC ലാബിൽ കൊടുത്തിരുന്നു. VSSC ലാബ് ആ പരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക മുദ്ര വെച്ച കവറിൽ കൈമാറുകയും കോടതി അത് ബോധ്യപ്പെട്ടതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. നാളെ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇതും ഉൾപ്പെടും. ഇതിൽ വ്യക്തമായി തന്നെ മോഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ കട്ടിളപ്പടികളും ദ്വാരപാലക ശില്പങ്ങളും അടിച്ചുകൊണ്ടുപോയി അവിടെ പകരം സ്ഥാപിച്ചിരിക്കുന്ന സ്വർണമല്ല, ഉള്ള സ്വർണത്തിൻ്റെ അളവിൽ കുറവുണ്ട്. ആ പഴയ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ശാസ്ത്രീയമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. മോഷണം നടന്നു എന്ന് ഇതോടുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പകരം കൊണ്ടുവച്ചിരിക്കുന്നത് മോഷണ മുതലല്ല, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള മുതലാണെന്നും വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതെവിടേക്ക് പോയി, അതൊരുക്കി വിറ്റതാണോ അതോ മറ്റു മൂല്യങ്ങൾ കണക്കാക്കിക്കൊണ്ട് അത് പുറത്തേക്ക് കടത്തിയതാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഈ മോഷണം നടന്നു എന്ന് വ്യക്തമാകുമ്പോൾ ഈ മോഷ്ടാക്കൾ CPM-കാരാണ്, CPM-ന്റെ നേതാക്കന്മാരാണ്. അവരിൽ 4 പേർ ജയിലുണ്ടെന്നോ ഈ വാസ്തവം ഇപ്പോൾ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് വളരെ കൃത്യവും ആസൂത്രിതവുമായി അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചു. ആ മോഷണ കേസിൽ അവർ പ്രതികളായി ജയിലിൽ കിടക്കുന്നു. അവരെ പാർട്ടി പുറത്താക്കാൻ പോലും മടിക്കുന്നു.
അത് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു മോഷണം. ആ മോഷണം നടത്തിയത് CPM ആണെന്നും വ്യക്തമായിരിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നതാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 17-നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ട് മിനിഞ്ഞാന്ന് 90 ദിവസം തികഞ്ഞു. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരാളെ ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ശിക്ഷിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ 10 വർഷത്തിൽ കൂടുതലാണെങ്കിൽ 90 ദിവസത്തിനകം ആ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ്. അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടും. 10 വർഷത്തിൽ താഴെയുള്ള തടവ് മാത്രമാണ് ആ കുറ്റകൃത്യത്തിന് ശിക്ഷയെങ്കിൽ 2 മാസം, അതായത് 60 ദിവസത്തിനകവും കുറ്റപത്രം സമർപ്പിക്കണം. എന്നാൽ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസം പിന്നിട്ടു, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, സ്വാഭാവിക ജാമ്യം കിട്ടും. എന്നാൽ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ആദ്യ കേസിൽ ദ്വാരപാലക ശില്പമോഷണ കേസിലാണ് ഈ അറസ്റ്റ് നടന്നത്. എന്നാൽ കട്ടിലപ്പള്ളി മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് പിന്നീടാണ്. 90 ദിവസം പൂർത്തിയാകുന്നത് ഈ വരുന്ന ജനുവരി 31-നാണ്. അതുവരെ സമയമുണ്ട്. അതിന് മുമ്പ് ഈ കുറ്റപത്രം സമർപ്പിച്ചാൽ മതി. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നതോടെ ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കും എന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും അട്ടിമറി നീക്കമെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ ശ്രീ അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച കമ്മിക്കൂട്ടങ്ങൾ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാവുന്നു. അവരുടെ ക്യാപ്സ്യൂളുകൾ എല്ലാം പൊളിഞ്ഞു പോകുന്നു. അവർക്കിനി ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ ഒരു ക്യാപ്സ്യൂളും ബാക്കിയില്ലാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു.